ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷനിൽ എങ്ങനെ UPI ID ആക്ടിവേഷൻ ചെയ്യാം, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് ആക്ടിവേഷൻ ചെയ്യാനായി നിങ്ങൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാങ്കിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നതാണ്, അതായത് SMS വരാനുള്ള ബാലൻസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് UPI ID ആക്ടിവേഷൻ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന SIB മിറർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ലോഗിൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫേസ് ഐഡിയോ ഫിംഗർ ഐഡിയോ വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് SIB മിറർ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് കാണാൻ സാധിക്കും. UPI ID ക്രിയേറ്റ് ചെയ്യാനായി ഭീം UPI എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തായി നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷനാണ്. അതായത് നിങ്ങൾ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് നിങ്ങളുടെ മൊബൈലിൽ ബാലൻസ് SMS പോകാനുള്ള ബാലൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ സിം സെലക്ട് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് SMS വന്നിട്ടുണ്ട്. ആ SMS ഓട്ടോമാറ്റിക്കായി ആപ്ലിക്കേഷനിൽ പേസ്റ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് UPI ID ക്രിയേറ്റ് ചെയ്യണോ എന്നാണ് ഒരു പോപ്പപ്പ് ഓപ്പനായി വന്നിരിക്കുന്നത്. ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പോപ്പപ്പ് ഓപ്പനായി വരും. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും UPI ID ആഡ് ചെയ്യണമെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ന്യൂമറിക് ID എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് UPI ID ആഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ബാക്കിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പുതിയ UPI ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ UPI ID ആണ് ഇവിടെ കാണുന്നത്. QR കോഡ് കാണാൻ സാധിക്കും. അതിന് മുകളിൽ UPI നമ്പർ കാണാൻ സാധിക്കും. ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് 3 UPI ID വരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ആഡ് ന്യൂ UPI ID എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പോപ്പപ്പ് ഓപ്പനായി വരും. ഇവിടെ നിങ്ങളുടെ 3 UPI ID കാണാൻ സാധിക്കും. നിങ്ങൾക്കിത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് പുതിയ നമ്പർ വെച്ച് അല്ലെങ്കിൽ പേര് വെച്ചാണ് നിങ്ങൾക്ക് UPI ID ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും മുകളിലായി എൻ്റർ UPI ID എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ പേരോ അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു പേര് അവൈലബിൾ ആണോ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആ ഒരു പേര് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് അതിൽ കാണുന്നത്. ഞാനിവിടെ അതിൽ ചേഞ്ചുകൾ വരുത്തുകയാണ്. അതിനുശേഷം അവൈലബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ അതിൻ്റെ കൂടെ 1 2 3 എന്നുള്ള ആ നമ്പർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴെ കാണുന്ന റൈറ്റ് മാർക്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ UPI ID അവൈലബിൾ ആണ്. അതിനുശേഷം നിങ്ങൾക്കിത് ഡീഫോൾട്ടായിട്ട് ഉപയോഗിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന റൈറ്റ് മാർക്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ UPI ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പുതിയ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു UPI ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പണം അയക്കാനും അതുപോലെ പണം സ്വീകരിക്കാനും എല്ലാം സാധിക്കുന്നതാണ്. അതിനെ നിങ്ങളുടെ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ID ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത UPI ID ആണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അതിന് താഴെ കാണുന്ന QR കോഡ് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതിലേക്ക് പണം ആഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ UPI ID വെച്ച് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് മറ്റാർക്കെങ്കിലും പണം അയച്ചു കൊടുക്കാനെല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷനിൽ UPI ID ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക.
എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.